നമ്മുടെ യുവത്വം ദീർഘനാൾ പിടിച്ചു നിർത്താൻ ആഗ്രഹമില്ലാത്തവരാരും കാണത്തില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ക്രീം ആണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അത് വീട്ടിലുള്ള സാധാരണ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് റൈസ്, അരി, ഏതരി ആയാലും മതി, അതെടുക്കുക. അതൊരു 4 ടേബിൾ സ്പൂൺ എടുക്കണം. 4 ടേബിൾ സ്പൂൺ അരി. ആ അരിയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ബി നമ്മുടെ സെല്ലിൻ്റെ ഗ്രോത്തിന്, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കുന്നു. അതുകൂടാതെ നമ്മുടെ സെല്ലുകളുടെ നിറമൊക്കെ ചിലപ്പോൾ കുറഞ്ഞൊക്കെ പോകും, ഈ പൊല്യൂഷൻ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും. ആ കളർ കുറഞ്ഞ സെല്ലുകളുടെ നിറമെല്ലാം കൂട്ടും. അതുകൂടാതെ വിറ്റാമിൻ ഇ ഇതിലുണ്ട്. അത് പെട്ടെന്ന് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ വരാതെ സംരക്ഷിക്കുന്നു. പിന്നെ ഇതിലുള്ളൊരു ഫെർലിക് ആസിഡ് ഉണ്ട്. അതാണെങ്കിൽ നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ്. അത് വെയിലിൽ നിന്നും പൊല്യൂഷനിൽ നിന്നും സ്കിന്നിനെ സംരക്ഷിക്കും. അതിൽ അടങ്ങിയിട്ടുള്ള വേറൊന്നാണ് അമിനോ ആസിഡ്. ഇത് പ്രോട്ടീൻ ഉണ്ടാക്കും. ഇത് സ്കിന്നിനെ സോഫ്റ്റ് ആക്കും. ഇതിലുള്ള സ്റ്റാർച്ചും മിനറൽസും ശരീരത്തിലെ ഓയിലിനെ ബാലൻസ് ചെയ്യും. ഇനി ബീട്രൂട്ടിലുള്ളത് വിറ്റാമിൻ സി. ബീട്രൂട്ടാണ് അടുത്തത് നമ്മുടെ വേണ്ടത്. ബീട്രൂട്ടാണ്. ആ ബീട്രൂട്ടിലുള്ള വിറ്റാമിൻ സി തൊലിക്ക് തിളക്കം നൽകുന്നു. പെട്ടെന്ന് പ്രായം കൂടുന്ന പ്രവണതയെ നിർത്തുകയും നിറം കുറഞ്ഞ സെല്ലുകൾക്ക് നിറം നൽകുകയും ചെയ്യും. ഇതിലുള്ള അയൺ സ്കിന്നിൻ്റെ കേടുപാടുകൾ തീർത്ത് കറുപ്പ് നിറം കുറയ്ക്കും. പിന്നെ ഇതിലുള്ള ജലാംശം കുറയാതെ സംരക്ഷിക്കും. ഇങ്ങനെ വലിച്ചെടുക്കുന്നതിന് ഗ്ലിസറിൻ തടയും. വായുവിൻ്റെ സമ്പർക്കത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഗ്ലിസറിൻ അതിനെ തടയും. കാലാവസ്ഥയുടെ മാറ്റങ്ങൾ സ്കിന്നിനുണ്ടാക്കുന്ന കേടുപാടുകളെയും ചേർത്ത് നിൽക്കാനായിട്ട് ഗ്ലിസറിൻ സഹായിക്കും. റോസ് വാട്ടർ വെച്ചിട്ട് ഒരു അര സ്പൂൺ റോസ് വാട്ടർ, റോസ് വാട്ടർ ഇത് മിക്സ് ചെയ്യാനാണ് ഗ്ലിസറിൻ ഒരിക്കലും ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യരുത്. അല്പം ഡൈല്യൂട്ടായിട്ട് അപ്ലൈ ചെയ്യണം. ഒന്നുകിൽ വെള്ളം ചേർക്കാം, എങ്കിൽ റോസ് വാട്ടർ ചെയ്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. റോസ് വാട്ടറിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. അത് മൊത്തം വേണ്ട, കുറച്ച് മതി. ഗ്ലിസറിൻ ചേർത്ത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത ബീട്രൂട്ടിൻ്റെ നീര് എടുക്കണം. ഒരു 3 സ്പൂൺ എടുക്കാം. 3 സ്പൂൺ നീരെടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു ക്രീം പോലെ ആക്കണം. നല്ലൊരു ക്രീമിൻ്റെ ആക്കണം. നല്ല ഷൈനിങ് ആയിട്ടുള്ള ക്രീമായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ രാവിലെയും വൈകുന്നേരം രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ടോ, അല്ലെങ്കിൽ രാത്രി അടുക്കളയിലായിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കുറച്ച് അല്പം എടുത്തിട്ട് മുഖത്ത് പുരട്ടി കിടക്കുന്നതിന് മുമ്പായിട്ട് കഴുകിക്കളയാം. ഒരു 20 മിനിറ്റ് വയ്ക്കണം. 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അത് നമ്മുടെ മുഖത്ത് ചർമ്മത്തിലേക്ക് പിടിക്കും.
അത് കഴിയുമ്പോൾ നമുക്കത് കഴുകിക്കളയും. ഇതുകൂടാതെ നമുക്ക് ഒരു സ്പൂണും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് ചില അരികളുടെ മാതിരി ഇരിക്കും. തിക്നെസ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഒരല്പം ബീറ്റ്റൂട്ടിൻ്റെ നീര് കൂടുതലായിട്ട് എടുത്ത് വെച്ചേക്കണം. അതിൻ്റെ ഒരുപാട് തിക്നെസ്സായിട്ട് വരുവാണെങ്കിൽ ഒരല്പം അവിടെ ചേർക്കാൻ നമുക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് എപ്പോഴും ഗ്ലിസറിൻ എടുക്കുമ്പോൾ അതൊന്ന് ഡൈലൂട്ടായിട്ടേ എടുക്കുകയുള്ളൂ. വെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ റോസ് വാട്ടർ എടുത്തോ അത് നല്ലപോലെ ഡൈലൂട്ട് ആവും. പിന്നെ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്കത് ഒരു ജാറിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇത് നിങ്ങൾ ഉപയോഗിക്കും തോറും നിങ്ങളുടെ മുഖത്തിൻ്റെ ചർമ്മത്തിൻ്റെ സ്കിന്നെല്ലാം നല്ല തിളക്കമുള്ളതുമായി തീരും. ചെറിയ ചുളിവുകളൊക്കെ നമ്മളൊരു 35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഇതൊക്കെ മെയിനായിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ വരാൻ തുടങ്ങും. നമ്മളാരും കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് മാറി നമ്മുടെ സ്കിൻ നല്ല ഗ്ലാസ് പോലെ തിളങ്ങും. അങ്ങനെയുള്ളതായി തീരും. അത് ഏറെ നാൾ നമ്മൾ എത്ര നാൾ ചെയ്യുന്ന അത്രയും നാൾ നമ്മുടെ സ്കിന്ന് അതുപോലെ നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് ഇരിക്കും. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും വാങ്ങിക്കേണ്ടതില്ല. ഗ്ലിസറിൻ മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം കിട്ടും. ഇതിങ്ങനെ നമുക്ക് ബോട്ടിലാക്കി അടച്ചു വയ്ക്കാം. അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരാഴ്ച വരെ നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും ചെയ്യാൻ പറ്റുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും ചെയ്യുക ഏറ്റവും നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും ഒരു ദിവസം ചെയ്യുക. നമ്മുടെ 55 വയസ്സ് വരെ നമുക്ക് നല്ലപോലെ മുഖം നല്ല ക്ലിയറായിട്ട് സൂക്ഷിക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.